നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാറ്റർ വന്നിരുന്നു കേട്ടോ. ഞാനത് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു, വിളിച്ചു വരുത്തി നോക്കിയിട്ട് ഞാൻ എന്തെന്നറിയോ, ആ തീരുമാനം ഒന്ന് സ്റ്റേ ചെയ്തു സബ് കോടതിയുടെ. കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ള പ്രിൻസിപ്പിളാണെങ്കിൽ അയാൾ കിങ് ആവണം, അതുകൊണ്ട് തന്നെ ചോദിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ അതിന് ബാക്കി ഉണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ അതിനകത്ത് പറയുന്നില്ല. കാരണം നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ആളുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ ഇടയാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. യുവർ ഹാൻഡ്സ് ആർ ഫെറ്റഡ്. ഒരു താങ്ക്ലെസ് ജോബാണ് ഒരു ജഡ്ജിയുടെ ജോലി. അതായത് ഒരിക്കലും അതിനൊരു നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല, നമുക്ക് കിട്ടുന്നില്ല. ഈ നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാറ്റർ വന്നിരുന്നു കേട്ടോ. അത് വന്നപ്പോൾ അതിനകത്ത് അതായത് ഈ കരുനാഗപ്പള്ളി സബ് കോടതി ഒരു ഓർഡർ പുറപ്പെടുവിച്ചു. അതായത് ഈ അന്വേഷണം അവിടെ നിർത്തിവെക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനത് അത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ അത് ക്രിമിനലാണോ സിവിലാണോ എന്നുള്ള ഒരു തർക്കം മൂലം അവിടെ ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ നൂലാമാലകളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് വേറെ ഒരാളെ ആക്ഷേപിക്കുന്നതിന് തുല്യമാവുന്നത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ഒരു ജഡ്ജിക്ക് അത് സിവിലായിട്ട് മാറി അയാളുടെ മുമ്പിൽ വരണം. അപ്പോൾ അങ്ങനെ കണ്ട എന്തോ ഒരു നിർദ്ദേശവും കണ്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് ഇത് ക്രിമിനലാണോ സിവിലാണോ എന്നുള്ളത് അറിയാൻ വയ്യാത്ത വിധത്തിൽ അത് സിവിൽ ആയിട്ട് നമ്പർ ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീ ദണ്ഡപാണി, അന്ന് എനിക്കൊന്ന് മനോരമയുടെ അഭിഭാഷകൻ, അത് ആർക്ക് വേണ്ടി ആരെന്ന് ഞാൻ പറഞ്ഞു, മനോരമയ്ക്ക് വേണ്ടിയാന്ന് എന്തോ സംതിങ്, ഞാൻ മറന്നുപോയത്, ആർക്ക് വേണ്ടിയാന്ന് ഞാൻ അത് ഓർക്കുന്നില്ല. അവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിൽ അദ്ദേഹം വന്ന് സബ്മിറ്റ് ചെയ്തു. ഇതുപോലെ ഇവിടെ വരേണ്ട കേസാണ്, കാരണം ബാക്കി മാറ്റർ അവിടെയാണ്, അതിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കേസ് അവിടെ കിടക്കുക, ഇതിവിടെ വരേണ്ട മാറ്ററാണ്. പക്ഷേ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്ത് സിവിലായിട്ട് നമ്പർ ചെയ്ത് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനത് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു, വിളിച്ചു വരുത്തി നോക്കിയിട്ട് ഞാൻ എന്തെന്നറിയോ, ആ തീരുമാനം ഒന്ന് സ്റ്റേ ചെയ്തു സബ് കോടതിയുടെ. സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അന്ന് നമ്മുടെ വാർഡ് MP ഒക്കെ ആയിരുന്ന സെബാസ്റ്റ്യൻ പോൾ ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ഒരു ലേഖനം എഴുതി. മനോരമ പത്രത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഉണ്ട്, അതിൻ്റെ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. അത് എഴുതി. അതായത് ഇത് വളരെ നീതിപരമായ ഒരു കാര്യമാണ് ചെയ്തത്, കോടതിയെ അക്ഷന്ത്യമായ തെറ്റ് കീഴ്ക്കോടതി ചെയ്തത് സബ് കോടതി ചെയ്തതിനെ ഞാൻ കറക്റ്റ് ചെയ്തു എന്നെല്ലാം പറഞ്ഞ് വളരെ നന്നായിട്ട് നീതി ഇങ്ങനെ വേണം നടക്കാനെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ്മെൻ്റ് എഴുതി. അതിനുശേഷം ആണ് ഈ കർദിനാളിൻ്റെ കേസ് വന്നതും ഈ ചോദ്യം ഞാൻ ചോദിച്ചതും. അപ്പോൾ ഇങ്ങനെ ഞാനിത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പിന്നെ ഞാൻ കാണുന്നത് TV-യിലിരുന്നിട്ട് വളരെ കാര്യമായിട്ട് ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. അതായത് ആ കർദിനാളിനെ ആക്ഷേപിക്കാനായിട്ട് ഈ രാജാവാണോ എന്ന് ചോദിച്ചു. എന്നാൽ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഉള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല, അത് കാരണം അത് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ സാഹചര്യം ഇതായതുകൊണ്ട് ഞാനത് ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിച്ചാണ്. സോവറിൻ ഇമ്മ്യൂണിറ്റി ആർഗ് ചെയ്തുകൊണ്ടാണ് ഞാനത് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ മാർഗ്ഗമില്ല. കാരണം ഒരാളെ സോവറിൻ ഒരു കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ള പ്രിൻസിപ്പിളാണെങ്കിൽ അയാൾ കിങ് ആവണം, അതുകൊണ്ട് തന്നെ ചോദിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറഞ്ഞു, വേറെ ഒരു കേസ് പണ്ട് ഇതേപോലെ ഞാൻ അതായത് ഇവിടുന്ന് വിളിച്ചു വരുത്തി ഒരു കേസ് സബ് കോടതിയുടെ ഒരു കേസിൽ ഞാൻ ഇടപെട്ടു എന്നും പറഞ്ഞ് അതിനും ക്രിട്ടിസൈസ് ചെയ്തു. ഇതിന് അനുകൂലമായിട്ട് എഴുതിയ ആളാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഉള്ള വൈരാഗ്യം എന്തുമാത്രം ആളുകൾക്ക് വരാം, അവരെ വിവരത്തെപ്പോലും അതിൽ കയറി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വശാൽ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ കേസ് ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിർബന്ധമായിട്ടും അത് കർദിനാളിനെതിരായിട്ട് തന്നെ ആ കേസ് വിധി പറഞ്ഞു, അത് തള്ളി. അപ്പോൾ അത് പിന്നെ അതിന് ബാക്കി ഉണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ അതിനകത്ത് പറയുന്നില്ല, കാരണം നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ആളുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ ഇടയാകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഇതാരായാലും, ഒരു പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അല്ലെങ്കിൽ ഏത് ജാതിക്കാരനായാലും, അത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ആരുടെ ആയാലും കേസുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കേസിൻ്റെ കാര്യം ഞാൻ നോക്കുള്ളൂ, അല്ലാതെ അതിൻ്റെ പുറകിലുള്ള ആളുകളെ ഞാൻ കാണാറില്ല.
അതാണ് നമ്മുടെ ഈ നീതി ദേവത കണ്ണ് കെട്ടി ഇവിടെ നിൽക്കുന്നതിൻ്റെ കാരണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആ കേസിനകത്തുള്ള ഫാക്ട്സ് എന്താണെന്ന് നോക്കണം, അതിനകത്തുള്ള നീതി ആർക്കാണ് പോകേണ്ടതെന്ന് നോക്കണം. അത് ആളിനെ നോക്കിയുള്ള നീതി ആകരുത്. യു ഷോ മീ ദ മാൻ ആൻഡ് ഐ വിൽ ഷോ യു ദ ലോ എന്ന് പറയുന്ന ഒരു തത്വം നമ്മുടെ രാജ്യത്ത് ഇപ്പം നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ ആളിനെ കാണിച്ചു തരൂ, അന്നേരം ഞാൻ നിയമം പറഞ്ഞുതരാം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ആ കാര്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കർദിനാളാണെന്നോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരാളാണോ സാധാരണ ഒരു പ്രീസ്റ്റാണോ ഇതൊന്നും അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കിയത് നിയമമാണ് നോക്കിയത്. അത് ശരിയെന്നുള്ളത് ആ രീതിയിൽ വന്നു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് വന്നില്ലേ? ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോലും ഇപ്പോൾ പോയി. ഇതൊക്കെ താമസിച്ചു പോയെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ നീതി നടന്നു. ഇത് ഇപ്പോഴാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കാര്യത്തിൽ. അതായത് ഈ വിശ്വാസികളൊക്കെ കൊടുക്കുന്ന പണം അതെന്ന് പറഞ്ഞാൽ പാപങ്ങളും ആരും ഈ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കൊണ്ടു കൊടുക്കും കേട്ടോ. ദൈവത്തിന് പണം എന്തിനാണ്? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ആളുകൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിന് പണം കൊടുക്കാൻ പോകും. ദൈവത്തിന് എന്തിനാ പണം? ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത് ആ ഒരു ശക്തി, ആ ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് പണം കൊടുത്തിട്ട് വല്ല കാര്യമുള്ളതാണ്? ആവശ്യമുണ്ടോ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യം? ഒരിക്കലും ഇല്ല. പക്ഷേ ഈ ആളുകൾ ഈ ഭക്തിയെല്ലാം ആ പണത്തിൻ്റെ രൂപത്തിലാക്കി മാറ്റിയിട്ട് അതിലങ്ങോട്ട് കൊടുക്കും. ആ കൊടുക്കുന്ന പണം എടുത്ത് തോന്നിവാസമായിട്ട് ചിലവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ നടക്കുന്നു, ഒരുപാട് സമൂഹത്തിലും അങ്ങനെ നടക്കാറുണ്ട്. അത് ഒരിക്കലും ശരിയല്ല. അത് പൊതുജനങ്ങളുടേതായിട്ടാണ്, പൊതുജനങ്ങളുടെ പണമാണ്. ആ രീതിയിലൊന്ന് കാണണം. അത് കാണുന്നതിന് പകരം ഇപ്പോൾ ഓരോരുത്തരും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് പെരുമാറാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ, ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇതിന് നിയമത്തിൻ്റെ ഒരു ബലമില്ലാത്തത്, അതായത് ഇടപെടിയില്ലാത്തത്. മറ്റ് രണ്ട് സമൂഹങ്ങളിലും ഈ ഇടപെടിയിലുണ്ട്. അതുകൊണ്ട് അത് ഒരു പരിധി കഴിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് കുറച്ചൊക്കെ ചെയ്യും എങ്ങനെയായാലും, പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. ഇതങ്ങനെയല്ല. ഇത് ആര് ചോദിക്കാനും പറയാനും ഇല്ല. അവരവരുടെ വകയായിട്ടാണ് എടുത്ത് പെരുമാറുന്നത്. അതെങ്ങനെ ആകും? ഒരുപാട് പൊതുജനങ്ങൾ, വിശ്വാസികൾ, അത് ക്രിസ്ത്യൻ സമൂഹം മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഈ സെൻറ്റ് ആൻ്റണീസ് ഈ ചർച്ചിലൊക്കെ അവിടെ പോയി മെഴുകുതിരി കത്തിക്കുന്നതും പണമിടുന്നതും ഒക്കെ ക്രിസ്ത്യാനികൾ മാത്രമാണ്? ഒരിക്കലും അല്ല. ഒരുപാട് പേര്, എനിക്കറിയുന്ന എത്രയോ പേര് അങ്ങനെ പോകുന്നുണ്ട്, സ്ഥിരമായിട്ട് പോകും. എടപ്പള്ളി പള്ളിയിൽ എത്രയോ പേര് പണം ഇടുന്നത് നമുക്ക് കാണാം. അതും ക്രിസ്ത്യൻ സമൂഹം മാത്രമൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ പണമാണ്. അത് സഭയുടെ ഒരു അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് ഒരാൾക്ക് എടുത്ത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമോ എന്നുള്ള ആ ചോദ്യമുണ്ട്. അത് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് ഈ കർദിനാളിനോടൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ബന്ധപ്പാടുമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ പോലും ഉണ്ട് കേട്ടോ. ഈ വിധി ഇതിങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പം അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം കർദിനാളിൻ്റെ സ്ഥാനമൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താ, ഏതോ ഒരു പ്രോഗ്രാമിന് എനിക്ക് പോകാൻ സമയമില്ല, എനിക്ക് വയ്യ. അമേരിക്കയിൽ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ട് അവർ വിളിച്ചു. ഒരു സംഘടന വിളിച്ചാണ്, ക്രിസ്ത്യൻ സംഘടനയാണ്. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കന്ന് ഇല്ലെങ്കിൽ ഞാൻ ഏതാണ്ടൊക്കെ ഒന്നൊരു പ്രോഗ്രാമൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരി പോയിട്ട് വരാം. അന്ന് എനിക്ക് അവിടെ അതൊരു 3 days കൂടുതൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തിരിച്ചു വരണം, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ അവസാനം അവരുടെ നിർബന്ധമായിട്ടുള്ള പ്രഷർ മൂലം ഞാൻ സമ്മതിച്ചാണ്. പക്ഷേ അത് ഞാൻ രക്ഷപ്പെട്ടു. കാരണം എനിക്ക് അത് എൻ്റെ ഏതാണ്ടൊരു അപ്പോൾ ഈ കേസൊക്കെ വിധിയായി ഒരു 10 ദിവസം കൂടായി. ആയിക്കഴിഞ്ഞ് തന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, സാർ ഒരു ശകലം ഒന്നും ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം, നിങ്ങൾ മാറ്റി വെച്ചോളൂ. എനിക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതേപോലെ ഒരു തിരുവല്ലയിലോ അതുപോലെ ചങ്ങനാശ്ശേരിയിലോ ഒക്കെ ഏതാണ്ട് 1-2 പ്രോഗ്രാം നേരത്തെ വിളിച്ചിട്ട് അവർക്ക് ബുദ്ധിമുട്ട് മൂലം അവരിവിടെ വന്ന് ക്ഷമ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങളിതൊന്നും ക്ഷമയൊന്നും പറയണ്ട, കാരണം നിങ്ങളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്, യുവർ ഹാൻഡ്സ് ആർ ഫെറ്റഡ്, അത് കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്തതല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, പ്രശ്നമില്ല, എനിക്ക് വിരോധമില്ല. ഒന്നാമത് ഞാൻ വെറുതെ ഈ പ്രസംഗിക്കാൻ പോകുന്നതിനൊന്നും ഞാൻ പൈസ വാങ്ങിക്കത്തില്ല. അപ്പോൾ അത് ഞാൻ ഈ ഒരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്.
വണ്ടിയുടെ ചിലവ് അവർ ഒന്നേ വണ്ടി അയച്ചു തരും, അല്ലെങ്കിൽ കാറിൻ്റെ ചിലവ് വാങ്ങിക്കുന്നതല്ലാതെ ഒരിക്കലും ഞാൻ ഈ പ്രസംഗിക്കുന്നതിന് പ്രതിഫലം എന്ന് പറയുന്നത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ഇനി അത് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം അതുപോലെ ജോലി കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ ഇത് ഏതായാലും ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അത് കാരണം മുടങ്ങിപ്പോയിട്ടുണ്ട്. അത് നല്ലതേ ഉള്ളൂ താനും. പക്ഷെ പിന്നെ അത് വിട്ടതിന് ശേഷം കുറച്ച് നാൾ ഇപ്പം കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തായിട്ട് അതൊന്നും മാറിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വീണ്ടും ഓരോ റിക്വസ്റ്റുമായിട്ട് വരാറുണ്ട്. അവിടെ ഇങ്ങനെ സംസാരിക്കണം, ഇവിടെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകാറുമുണ്ട്. ഒരുപാട് പള്ളികളിൽ തന്നെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസിന് അങ്ങനെ ഇപ്പോൾ വരുന്നുണ്ട്. പണ്ട് ഇടയ്ക്ക് ഇതൊന്ന് കുറഞ്ഞു. ഇതാണ് കാര്യം, സംഭവം ഇതാണ്. അപ്പോൾ അങ്ങനെ ആ കേസ് മൂലം ഒത്തിരി ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എനിക്കൊന്നുമില്ല, എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വിഷമം ഉണ്ടാകത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞ ജഡ്ജിമാരുടെ ജോലി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അതൊരു താങ്ക്ലെസ് ജോബാണ് ഒരു ജഡ്ജിയുടെ ജോലി. അതായത് ഒരിക്കലും അതിനൊരു നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല, നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്തറിയോ? എപ്പോഴും 50% യു വിൽ ക്രിയേറ്റ് ഒരു 50% സേർട്ടൺ എനിമി. അതായത് ശരിയായ രീതിയിൽ ശത്രുത 50% കിട്ടും. കാരണം ഒരു കേസ് ഒരു ഭാഗത്തെ ജയിക്കുള്ളൂ. ജയിക്കുമ്പോൾ 50% എന്ന് പറയുന്ന യഥാർത്ഥ ശത്രുക്കളായിട്ട് മാറും. അവരതിനകത്ത് വരുംവരാഴികളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നീതി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊന്നും അവർ നോക്കത്തില്ല. അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയി. ആ വിഷമം ആർക്കായാലും ഉണ്ടാവും, മനുഷ്യനല്ലേ, അങ്ങനെ ഉണ്ടാവും. ഈ 50% എന്ന് പറയുന്നത് ജയിച്ച ആളുകൾ നമ്മൾ വിചാരിക്കും അവർ നമ്മളെ ആളുകളാണ്. വെറുതെയാണ്. അവർ പറയുന്നത് എന്തെന്നറിയാം, അവർ പല ന്യായങ്ങളാണ്. അതായത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയും എനിക്ക് പണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ പണം ജഡ്ജി കൊടുത്തെന്നല്ല, പണം ചിലവാക്കി അയാൾ വലിയ വക്കീലിനെ വെച്ചു, അതുകൊണ്ട് അയാൾ ജയിച്ചു. അപ്പോൾ അത് അയാളുടെ പണത്തിന് ആ ക്രെഡിറ്റ് പോയി. അതാണ് കാര്യം. പിന്നെ നല്ലൊരു വിഭാഗം പറയുന്നത് എൻ്റെ വക്കീലും വലിയ മിടുക്കനായിരുന്നുകൊണ്ട് ജയിച്ചു. അവിടെ ജഡ്ജിക്ക് കഴിവൊന്നുമില്ല, വക്കീലും മിടുക്കനായതുകൊണ്ട് ആ കേസ് ജയിച്ചെന്ന് പറയും. ചിലർ പറഞ്ഞ് എന്തെന്നറിയോ, ദൈവം വിചാരിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് ദൈവത്തിന് പോയി ആ വീതം. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഭാഗ്യം കൊണ്ട് ഞാൻ ജയിച്ചു എന്ന് വെച്ചാൽ അയാൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട്. അവിടെയും ജഡ്ജിക്കൊന്നുമില്ല. ഈ ജഡ്ജിക്ക് അവസാനം നല്ലൊരു നീതിമാനായ ജഡ്ജി ആയതുകൊണ്ട് ഞാൻ ജയിച്ചു എന്ന് ചിലപ്പോൾ ഒരു 5% ആളുകൾ പറഞ്ഞെന്നിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നന്ദികേട്. ഒരിക്കലും നമുക്ക് നന്ദി പ്രതീക്ഷിക്കുക വേണ്ട, നന്ദികേട് മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു ജോലിയാണ് ഒരു ജഡ്ജിയുടേത്. അങ്ങനെ കാണാൻ പറ്റുള്ളൂ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും വിഷമമില്ല. പിന്നെ ആളുകൾ നമ്മളെക്കുറിച്ച് വല്ല മോശമായിട്ട് ധരിക്കുമ്പോൾ ആർക്കായാലും ഒരു മനപ്രയാസം വരാം. അതെനിക്ക് വന്നിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അവരിങ്ങനെ വിചാരിച്ചല്ലോ, എനിക്കിത് പറയാൻ ഒക്കത്തില്ല, ഇന്നതാണ് കാരണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല. അപ്പം അതിനകത്ത് ഞാൻ ആ എൻ്റെ ജഡ്ജ്മെൻറ്റിനെ ഞാൻ ന്യായീകരിക്കുന്നതൊന്നും അല്ല. അത് ഞാനല്ല നോക്കണ്ട, അതെൻ്റെ അപ്പീൽ കോടതി നോക്കണം. അത് തെറ്റുണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ തെറ്റില്ലെങ്കിലും അവർ കറക്റ്റ് ചെയ്തിരിക്കും. അതുകൊണ്ട് അത് എനിക്ക് പ്രശ്നമല്ല. കാരണം ഞാനിത് വിധി കഴിഞ്ഞിട്ട് അതങ്ങ് പോയി, അതേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇത് കൊണ്ടു നടക്കുന്ന പിന്നെ ഞാനിത് ഒരിക്കലും ക്യാരി ചെയ്യാറില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ട് ഞാനിത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകതയൊന്നുമില്ല. ഇത് പ്രധാനപ്പെട്ട കേസ് പറഞ്ഞാൽ സമൂഹം ഒരുപാട് നോക്കി ഇതിനകത്ത്. അപ്പോഴേ ഞാൻ ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നതല്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലാതെ ഈ കേസ് വാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ പത്രങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2-3 ദിവസം അറഗ് ചെയ്ത മാറ്ററാണ്, സമയമില്ലാതെ ചെയ്തതാണ്. അതും ഞാൻ വീട്ടിൽ ചുമന്നുകൊണ്ടുവന്ന് ഇരുന്ന് ആലോചിച്ച് ഈ നമ്മുടെ ബഹുമാന്യനായ കർദിനാളിനെ ഉപദ്രവിക്കാനൊന്നും എഴുതിയൊന്നും അല്ലത്. അത് ആ ഓപ്പൺ കോടതി വാദം കേട്ടിട്ട് അവിടെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എഴുതി വെച്ചാണ്. ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഞാനിത് എഴുതി. ഈ സി ദ കിങ് എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് ഉത്തരം പറഞ്ഞത് അതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എഴുതിയിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അല്ലാതെ ഇത് കൊണ്ടുവന്ന് പിന്നെ ഒരു ആഫ്റ്റർ തോട്ട്, അതായത് ഒരു പുനർവിചാരത്തിനുള്ള ഒരു ഇട ഞാൻ ഉണ്ടാക്കാറില്ല. കാരണം അത് തെറ്റാണ്. കാരണം അവിടെ ഇരുന്ന് കേട്ടിട്ട് 2 ഭാഗവും പറയും. അല്ലെ ഈ അഭിഭാഷകൻ ആർഗ്യ ചെയ്തില്ല, എന്താ കാര്യം? അപ്പോൾ ഘോരഘോരം അയാൾ ഒന്ന് ആർഗ്യ ചെയ്യുന്നു. അവസാനം നമുക്ക് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും അതില്ല, എൻ്റെ വിചാരങ്ങളും മാത്രമാണ് അതിനകത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റിസർവ് ചെയ്യുന്ന ഒരു ഇടപാട് എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യുകയല്ല. ജഡ്ജ്മെൻറ്റ് അവിടെ ഇരുന്ന് കേൾക്കുക, അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ ആരെങ്കിലും നോക്കിക്കോളും. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ അവിടെ ഇരുന്ന് നീതിയായിട്ട് തോന്നുന്ന കാര്യം അവിടെ ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അടുത്തതിൽ